സ്വാഗതം വീണ്ടും ന്യൂസ് തിയേറ്ററിലേക്ക്. ഇനി നമ്മൾ കോഴിക്കോട് ജില്ലയുടെ ആകാശ കാഴ്ചകളിലേക്ക് പോവുകയാണ്. ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായ ഒരു ബിസിനസ് ഗ്രൂപ്പാണ് ഇത്തരത്തിൽ മനോഹരമായ ആകാശ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി അവസരമൊരുക്കിയത്. ഞങ്ങളുടെ പ്രതി സാജിദ് അജ്മൽ ആ വിശേഷങ്ങൾ പങ്കുവയ്ക്കും നമുക്ക് വേണ്ടി. കോഴിക്കോടൻ കാഴ്ചകൾ എത്ര കണ്ടാലും മതി വരില്ല. അത് ആകാശ കാഴ്ച കൂടിയാകുമ്പോൾ അത് മനോഹരമാകും. സാധാരണ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഇത്ര അടുത്ത് ദൃശ്യങ്ങൾ കാണാൻ കഴിയില്ല. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും നിരവധി പച്ചപ്പുള്ള പ്രദേശങ്ങൾ, വീടുകൾ, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ തന്നെ നിരവധി പുഴകൾ. ഇതാ നമ്മൾ കടലിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ ഈ പ്രദേശത്ത് നിന്നും ബീച്ചിന്റെ സൈഡിലേക്ക് ഉള്ള യാത്രയാണ്. ഒരു ഭാഗത്ത് നിറയെ പച്ചപ്പ്, മറ്റൊരു ഭാഗത്ത് കടലിന്റെ കാഴ്ചകളും ചെറിയ ഒരു പൊട്ടായി തീരദേശ റോഡുകളും കാണാം. പുഴയും അതുപോലെ തന്നെ കടലും സംഗമിക്കുന്ന സ്ഥലം, റോഡുകൾ എല്ലാം ആകാശ കാഴ്ച വളരെ മനോഹരമാണ്. എന്തായാലും ഇവിടെ ഈ വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട്, ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണ്ടായ ഇടിവ് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം ഒരു പ്രൊജക്റ്റുമായി നെക്സ എന്ന ഒരു ടൂറിസം ഗ്രൂപ്പ് എത്തിയത്. വലിയ പ്രതികരണം തന്നെയാണ് കോഴിക്കോടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉള്ളത്. കോഴിക്കോട് നിന്നും അതുപോലെ തന്നെ പുറത്തെ പ്രദേശങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് ഇങ്ങോട്ട് ഈ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യാൻ വേണ്ടി എത്തുന്നത്. വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. കോഴിക്കോടിൻ്റെ സംബന്ധിച്ചിടത്തോളം, കോഴിക്കോട് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പുതിയ അനുഭവമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വിമാന കാഴ്ചയെക്കാളും അടുത്ത് കോഴിക്കോടിനെ കാണാൻ കഴിയുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കോഴിക്കോടെത്തിയ ഹെലികോപ്റ്റർ ആസ്വദിക്കാൻ നിരവധി ആളുകളും നമ്മോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്? എന്താണ്? വളരെ നല്ലൊരു അനുഭവമാണ്. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ. കോഴിക്കോടിൻ്റെ ഹരിത ഭംഗി, കോഴിക്കോടിൻ്റെ കടലിൻ്റെ ഭംഗി, കോഴിക്കോട് നഗരത്തിൻ്റെ ഭംഗി, ഇതെല്ലാം തന്നെ ഹെലികോപ്റ്ററിൽ നിന്ന് ആസ്വദിക്കാൻ കഴിയുന്നു എന്ന് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ടൂറിസം രംഗത്തെ തിരിച്ചു പിടിക്കുക, ടൂറിസത്തിലൂടെയുള്ള വരുമാനം കോഴിക്കോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. കോഴിക്കോട് നഗരത്തിൽ ഇടതൂർന്നു നിൽക്കുന്ന കെട്ടിടങ്ങൾ, വീടുകൾ, അതുപോലെ തന്നെ ആരാധനാലയങ്ങൾ തുടങ്ങി എല്ലാം വളരെ വ്യക്തമായി അടുത്തു കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഹെലികോപ്റ്റർ യാത്രയുടെ പ്രത്യേകത. നിരവധി ആളുകളാണ് ഈ ഹെലികോപ്റ്റർ യാത്രയ്ക്കായി എത്തുന്നത്. ഇപ്പോൾ ഹെലികോപ്റ്റർ തിരിച്ച് നമ്മൾ വന്ന ഭാഗത്തേക്ക് തന്നെ പോകുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ കല്ലായി പുഴയാണ് കാണുന്നത്. കല്ലായി പുഴയുടെ മനോഹാരിത കാണാം. അതോടൊപ്പം തന്നെ കല്ലായി പുഴയിൽ കൂട്ടിയിട്ടിരിക്കുന്ന മരങ്ങളും കല്ലായി പുഴയിലെ അഴുക്കും ഉൾപ്പെടെ എല്ലാം കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. എന്തായാലും കോഴിക്കോടിനെ സംബന്ധിച്ചിടത്ത് ഇത് ഒരു പുതിയ അനുഭവം തന്നെയാണ്. നിരവധി ആളുകളാണ് ഈ കാഴ്ചകൾ കാണാൻ എത്തുന്നത്. എന്തായാലും ഈ ടൂറിസം രംഗത്ത് കൂടുതൽ സാധ്യതകൾ ഉണ്ട് എന്നത് തന്നെയാണ് ഈ കാഴ്ചകളെല്ലാം തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇത് നെക്സ എന്ന ഹോസ്പിറ്റാലിറ്റി കോഴിക്കോട് ജില്ലയുടെ ആകാശ ദൃശ്യങ്ങളാണ്, മനോഹരമായ ദൃശ്യങ്ങളാണ് സാജിദ് അജ്മൽ നമുക്ക് വിവരിച്ചു തന്നത്. ടൂറിസം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു പദ്ധതി ചില ബിസിനസ് ഗ്രൂപ്പുകൾ ചേർന്ന് നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടത്.